നമസ്കാരം. ആയില്യം നക്ഷത്രം ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ സുതാര്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും, നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും മാസത്തിൻ്റെ പകുതിയിൽ വളരെയധികം ക്ലേശിച്ച് മാത്രമേ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകൾ വർദ്ധിക്കും. പല ദിവസങ്ങളിലും രാത്രിയിൽ വൈകിട്ട് മാത്രമേ ജോലി ചെയ്തുകൊണ്ട് ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അവധി ദിനത്തിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഴിവും പ്രാപ്തിയും അറിവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ ആണെങ്കിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനായിട്ട് ശിവക്ഷേത്രത്തിൽ നിത്യവും ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തുന്നത് ഓർമ്മശക്തി വർദ്ധിക്കുവാൻ നല്ലതാണ്. പൊതുവെ ഈ മാർച്ച് മാസം പകുതി മാത്രം അല്ല, പൊതുവെ തന്നെ എന്ന് പരീക്ഷ കഴിയുന്നു അന്ന് വരെ ശിവക്ഷേത്രത്തിൽ ധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തി സാധിക്കുന്ന പക്ഷം തീർത്ഥവും പ്രസാദമൊക്കെ സേവിക്കുന്നത് നല്ലതാണ്. ഇതര മതക്കാരാണെങ്കിൽ അവരുടെ ആചാരപ്രകാരമുള്ള ഈശ്വര പ്രാർത്ഥനകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുകയും സാധുക്കൾക്ക് അന്നദാനാദി ധർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഈ പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ ഈ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി വളരെ ഒരുപക്ഷെ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പൊതുവെ വാഹനം ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അസമയങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അസുഖങ്ങളെ കൊണ്ട് ചെറിയ തോതിൽ വളരെ വിദഗ്ധമായിട്ടുള്ള വൈദ്യപരിശോധന വേണ്ടിവരുമെങ്കിലും ചെറിയ തോതിൽ ശസ്ത്രക്രിയയും അതിലുപരി പ്രാണായാമം, യോഗാഭ്യാസം എന്നിവയും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളും അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. സങ്കീർണമായിട്ടുള്ള പല വിഷയത്തിലെയും അഭിമുഖീകരിക്കുവാനും പരസഹായം തേടി വേണ്ടുവാനും യോഗം തേടേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. നിശ്ചയിച്ച കാര്യങ്ങൾക്കെല്ലാം വ്യതിചലനം വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറണം. ഈ ആയില്യ നക്ഷത്രക്കാർ പൊതുവെ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലാണ് ഈ വക സങ്കീർണമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരുക. ഈശ്വര പ്രാർത്ഥനകളോടുകൂടി, ആത്മസംയമനത്തോടുകൂടി ഗുരുകാരണവന്മാരും മാതാപിതാക്കളും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും അനുസരിക്കുന്നതോടുകൂടി ഒരു പരിധിവരെ രണ്ടാമത്തെ പകുതിയിൽ ഈ അനിശ്ചിതമായിട്ടുള്ള അവസ്ഥകളെയും അനിഷ്ടമായിട്ടുള്ള അവസ്ഥകളെയും പരിഹരിച്ച് ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ രണ്ടാമത്തെ പകുതിയിൽ സാധിക്കും. തന്മൂലം പ്രാർത്ഥനകളൊന്നും മുടക്കാതെ തന്നെ അവലംബിക്കുന്നതും അനുസരിക്കുന്നതും ഏറെക്കുറെ ഈ അനിശ്ചിതമായിട്ടുള്ള അനിഷ്ടാവസ്ഥകളെല്ലാം ഒഴിവാക്കി ഉദ്യോഗത്തിൽ നേട്ടമുണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. മുടങ്ങിക്കിടക്കുന്ന കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. എന്നിരുന്നാലും വരുന്ന സെപ്റ്റംബർ മാസം വരെ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ആയില്യ നക്ഷത്രക്കാരെ പിന്മാറുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. ഇതാണ് മാർച്ച് മാസത്തിലെ ആയില്യ നക്ഷത്രക്കാരുടെ ഏറെക്കുറെ അനുഭവയോഗ്യമായ ഫലങ്ങൾ. നമസ്കാരം.